ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വിങ്സ് അക്കാദമി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 9ാം ക്ലാസ് ഹിസ്റ്ററിയിലെ ക്ലാസ്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. 9ാം ക്ലാസ് ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതാണ്, വളരെ വിശദമായിട്ടൊക്കെ വളരെ സിമ്പിൾ ആയിട്ടൊക്കെ ആ ചാപ്റ്റർ എല്ലാവരും നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഏതാണ്? സെക്കൻഡ് ചാപ്റ്റർ ആണ്. സെക്കൻഡ് ചാപ്റ്റർ ഏതാണ്? നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേജ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇതും നമുക്ക് 8ാം ക്ലാസ്സിൽ പഠിച്ച പാഠങ്ങളുടെ കണ്ടിന്യൂവേഷൻ ആണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കിയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേജ്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ എടുത്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ജൈനമതത്തെ പറ്റിയും ബുദ്ധമതത്തെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്, കൂടുതൽ പഠിക്കാനുള്ളത്. അവസാനമൊക്കെ നമ്മൾ ഗ്രീസിനെ പറ്റിയും അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളെ പറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്, വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ മഗധ, നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച മഗധ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തെ പറ്റിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, വളരെ വളരെ വിശദമായിട്ട് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ പ്രധാനപ്പെട്ട സാധ്യതകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം പഠിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ തീർത്ഥങ്കരന്മാരെ പറ്റിയിട്ടാണ്, തീർത്ഥങ്കരാസിനെ പറ്റിയിട്ടാണ്. ഇവിടെ ഞാൻ ഓൾറെഡി ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ടാവും, സ്കൂളിലായാലും നിങ്ങൾ ട്യൂഷൻ ക്ലാസ്സിലായാലും നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്താണ് തീർത്ഥങ്കരന്മാർ ആരാണെന്നും അവിടെ നിന്ന് വരാൻ പോകുന്ന വൺവേർഡുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തീർത്ഥങ്കര എന്ന വാക്കിന്റെ അർത്ഥമാണ് പഠിക്കാനുള്ളത്. എന്താ മക്കളെ തീർത്ഥങ്കര എന്ന വാക്കിന്റെ അർത്ഥം? ദി വൺ ഹു അറ്റൈൻഡ് വിസ്ഡം ത്രൂ അസെറ്റിസിസം, അഥവാ തപസ്സിലൂടെ വിജ്ഞാനം നേടിയ വ്യക്തി എന്നാണ് തീർത്ഥങ്കര എന്ന വാക്കിന്റെ അർത്ഥം. തീർത്ഥങ്കര എന്ന വാക്കിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? തപസ്സിലൂടെ. അസെറ്റിസിസം എന്ന് പറഞ്ഞാൽ തപസ്, തപസ്സിലൂടെ വിസ്ഡം നേടിയ വ്യക്തി. വിസ്ഡം എന്ന് പറഞ്ഞാൽ വിജ്ഞാനം, അറിവ് നേടിയ വ്യക്തിയാണ് ആര്? തീർത്ഥങ്കരൻ. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് തീർത്ഥങ്കരന്മാർ എന്ന് വിളിക്കുന്നത്. ആകെ 24 തീർത്ഥങ്കരന്മാരാണ് ഉണ്ടായിട്ടുള്ളത്. ആ 24-ൽ നമുക്ക് 3 തീർത്ഥങ്കരന്മാരെ പേര് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് എന്തായാലും നമ്മൾ പഠിക്കണം. അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ പഠിക്കാം. അപ്പോൾ ഋഷഭദേവയാണ് ആദ്യത്തെ തീർത്ഥങ്കരൻ. 1ാമത്തെ തീർത്ഥങ്കരന്റെ പേരാണ് ഋഷഭദേവ. 23ാമത്തെ തീർത്ഥങ്കരന്റെ പേരാണ് പാർശ്വനാഥ. അവസാനത്തെ തീർത്ഥങ്കരൻ 24ാമത്തെ തീർത്ഥങ്കരനാണ് മഹാവീര. 3 തീർത്ഥങ്കരന്മാരാണ് പഠിക്കാനുള്ളത്. 1ാമത്തെ ആള് ഋഷഭദേവ, 23ാമത്തേത് പാർശ്വനാഥ, 24ാമത്തേത് അവസാനത്തേത് മഹാവീര, വർദ്ധമാന മഹാവീര. വർദ്ധമാന മഹാവീര. ഇനി നമുക്കറിയാം, ഈ വർദ്ധമാന മഹാവീര 23ാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥന്റെ ആശയങ്ങളും 24ാമത്തെ തീർത്ഥങ്കരനായ വർദ്ധമാന മഹാവീരനുമാണ് അല്ലെ. ഇവർ രണ്ടുപേരുടെയും ആശയങ്ങൾ മഹാവീര തന്നെ കമ്പൈൻ ചെയ്തിട്ടാണ് ജൈനിസം അഥവാ ജൈനമതം എന്നൊരു ആശയം ആരുണ്ടാക്കിയെടുത്തത്? നമ്മുടെ 24ാമത്തെ തീർത്ഥങ്കരനായ വർദ്ധമാന മഹാവീര ഉണ്ടാക്കിയെടുത്തത്. ആളുടെയും ആശയങ്ങളുടെ ഒപ്പം ആളുടെ ആരുടെ ആശയം കൂട്ടിവെച്ചു? പാർശ്വനാഥന്റെ ആശയം കൂട്ടിവെച്ചു. വർദ്ധമാന മഹാവീരയുടെ ആശയത്തോടൊപ്പം പാർശ്വനാഥന്റെ ആശയങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മഹാവീര എന്തുണ്ടാക്കിയത്? ജൈനമതം അല്ലെങ്കിൽ ജൈനിസം പ്രൊപ്പഗേറ്റ് ചെയ്തത്, ജൈനിസം എന്ന മതം ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഇവിടെ നിന്ന് ചോദിക്കുന്ന വൺവേർഡുകൾ അതൊക്കെ ആയിരിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് ഇനി പഠിക്കാനുള്ള ഡോക്ട്രൈൻസ് ഓഫ് ജൈനിസം. ജൈനിസിലെ പ്രധാന തത്വങ്ങൾ എന്താണ്, പ്രധാന പ്രിൻസിപ്പിൾസ് എന്താണ്? ഡോക്ട്രൈൻസ് എന്നോ പ്രിൻസിപ്പിൾസ് എന്നോ എന്ത് വേണമെങ്കിലും ചോദിക്കാം. എന്താണ്? ഇൻ ദിസ് വേൾഡ് എവരിത്തിങ് ഹാസ് ലൈഫ്. ഈ ലോകത്തിൽ എല്ലാത്തിനും എന്തുണ്ട്? ലൈഫ് ഉണ്ട് അല്ലെ, ജീവനുണ്ട്. എല്ലാ വസ്തുക്കൾക്കും ഈ ലോകത്തിൽ ജീവനുണ്ട് എന്നാണ് ആദ്യത്തെ ആശയം, അല്ലെങ്കിൽ ആദ്യത്തെ ഡോക്ട്രൈൻസ്, അല്ലെങ്കിൽ ആദ്യത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തേതാണ് ഡു നോട്ട് ഹാം എനി ലിവിംഗ് ബീങ്. ഒരു ജീവനുള്ള വസ്തുവിനെയും എന്ത് ചെയ്യാൻ പാടില്ല? ഹാം ചെയ്യാൻ പാടില്ല. ആക്രമിക്കാനോ അല്ലെങ്കിൽ അതിനെ മുറിവേൽപ്പിക്കാനോ അതിനെ വേദനിപ്പിക്കാനോ പാടില്ല. പിന്നെ എന്താ പറയുന്നത്? ബർത്ത് ആൻഡ് റീബർത്ത് ആർ ഡിറ്റർമൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് കർമ്മ. എന്താ? ജനനവും പുനർജന്മവും കർമ്മയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കപ്പെടുക. ജനിക്കും പുനർജനിക്കും എന്നുള്ള ആശയം ജൈനമതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ജനനമായാലും വീണ്ടും മരിച്ചതിന് ശേഷമുള്ള പുനർജന്മമായാലും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കപ്പെടുക എന്നുള്ളതാണ് ഏത് മതത്തിലെ ആശയം? ജൈനമതത്തിലെ ആശയം. ഇതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പഠിക്കണം. 3 മാർക്കിന് ചോദിച്ചേക്കാവുന്ന ഒരു ചോദ്യമാണ് ഡോക്ട്രൈൻസ് ഓഫ് ജൈനിസം. അടുത്തതാണ് നമുക്കറിയാം, മഹാവീര മോക്ഷം ലഭിക്കാനായി 3 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ മുന്നിലേക്ക് വെച്ച് തന്നത് അല്ലെ. അതും ചോദിക്കാം. ആ 3 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? മോക്ഷം ലഭിക്കാൻ വേണ്ടി മഹാവീരൻ പറഞ്ഞ 3 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാ? 3 എണ്ണം ഏതൊക്കെയാ? റൈറ്റ് ബിലീഫ്, ശരിയായ അറിവ്. റൈറ്റ് നോളജ്, ശരി അല്ലെ, റൈറ്റ് ബിലീഫ് ശരിയായ വിശ്വാസം. റൈറ്റ് നോളജ് ശരിയായ അറിവ്. റൈറ്റ് ആക്ഷൻ ശരിയായ പ്രവൃത്തി. ഇത് 3ഉമാണ് എന്ത്? മഹാവീരൻ പറഞ്ഞ മോക്ഷം ലഭിക്കാനുള്ള 3 പ്രിൻസിപ്പിൾസ്. ഈ 3 പ്രിൻസിപ്പിൾസ് എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. എന്തൊക്കെയാ? റൈറ്റ് ബിലീഫ് ശരിയായിട്ടുള്ള വിശ്വാസം, റൈറ്റ് നോളജ് ശരിയായിട്ടുള്ള അറിവ്, റൈറ്റ് ആക്ഷൻ ശരിയായിട്ടുള്ള
പ്രവൃത്തി. ഈ മൂന്നെണ്ണത്തിനെയും കൂടി നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരൊറ്റ പേരാണ് ത്രിരത്നങ്ങൾ. അപ്പോ 3 പ്രിൻസിപ്പിൾസ്, 3 പ്രിൻസിപ്പിൾസ് ഫോർ അറ്റൈനിങ് മോക്ഷ എന്നായാലും അല്ലെങ്കിൽ ത്രിരത്നങ്ങൾ ഏതാണെന്നായാലും ചോദ്യം വരാം. എങ്ങനെ വേണമെങ്കിലും ചോദ്യം മാറ്റിയും മറിച്ചും ചോദിക്കാം. അപ്പോ രണ്ടിന്റെയും ഉത്തരം ഒന്ന് തന്നെയാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? മഹാവീരൻ പ്രപ്പോസ് ചെയ്ത 3 പ്രിൻസിപ്പിൾസ് അല്ലെ, 3 ഐഡിയാസ് ഫോർ അറ്റൈനിങ് മോക്ഷ, 3 ഐഡിയാസ് ഫോർ അറ്റൈനിങ് മോക്ഷ. അല്ലെങ്കിൽ ത്രിരത്നാസ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. അപ്പൊ ചോദ്യം എങ്ങനെ വേണമെങ്കിലും വരാം. എങ്ങനെ വന്നാലും എഴുതേണ്ട ആൻസർ ഈ 3 എണ്ണമാണ്. റൈറ്റ് ബിലീഫ്, ശരിയായിട്ടുള്ള വിശ്വാസം; റൈറ്റ് നോളജ്, ശരിയായിട്ടുള്ള അറിവ്; റൈറ്റ് ആക്ഷൻ, ശരിയായിട്ടുള്ള പ്രവൃത്തി, നേരായ പ്രവൃത്തി, ശരിയായ പ്രവൃത്തി. ഓക്കെ, അപ്പൊ ഇതും നമുക്കൊരു 3 മാർക്ക്, 3 പോയിന്റ് ആയതുകൊണ്ട് 3 മാർക്കിന് വരെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അടുത്തതാണ് ഇമ്പോർട്ടന്റ് ഇവന്റ്സ് ഇൻ ദി ലൈഫ് ഓഫ് ബുദ്ധ. ബുദ്ധന്റെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ വളരെ നല്ലൊരു ഫിഗർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാ? ഒന്നാമതാണ് ബുദ്ധന്റെ ശരിക്കുള്ള പേര്, ശരിയായിട്ടുള്ള നാമം എന്താണ്? സിദ്ധാർത്ഥൻ. ബുദ്ധന്റെ ശരിയായിട്ടുള്ള പേര്, നമ്മളിപ്പോ ഗൗതം ബുദ്ധ എന്ന് പറയുന്നുണ്ടെങ്കിലും ബുദ്ധന്റെ ശരിയായ പേര് ബുദ്ധൻ എന്നല്ല. ബുദ്ധന്റെ ശരിയായിട്ടുള്ള പേര് എന്തായിരുന്നു? സിദ്ധാർത്ഥൻ എന്നായിരുന്നു. അപ്പൊ ബുദ്ധന്റെ ശരിയായിട്ടുള്ള പേര് സിദ്ധാർത്ഥൻ. അതൊക്കെ വൺ വേർഡ് ചോദിക്കാം കേട്ടോ. ഇങ്ങനെ ചോദിച്ചില്ല എന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് ഒരുപാട് വൺ വേർഡുകൾ അടക്കം ചോദിക്കാം. അപ്പൊ പഠിക്കുമ്പോൾ എല്ലാം മുക്കും മൂലയും ഇഴകീറി പരിശോധിച്ച് വേണം പഠിക്കാൻ. എല്ലാം നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ബുദ്ധന്റെ യഥാർത്ഥത്തിലുള്ള പേര്, ശരിക്കുള്ള പേരാണ് എന്ത് മക്കളെ? സിദ്ധാർത്ഥ. ഇനി ബുദ്ധൻ ജനിച്ചത് എവിടെയാ? ലുംബിനിയിലാണ്. നേപ്പാളിലെ ലുംബിനി എന്ന് പറയുന്ന പ്രദേശത്താണ് ആര് ജനിച്ചത്? ബുദ്ധൻ ജനിച്ചത്. ഇനി ബുദ്ധൻ എൻലൈറ്റൻമെന്റ് അഥവാ ജ്ഞാനോദയം, അറിവ് നേടിയത് എവിടെന്നാ? ബോധ്ഗയ ഇൻ ബീഹാർ. ആൾക്ക് എൻലൈറ്റ്മെന്റ് കിട്ടിയത് ബോധ്ഗയ ഇൻ ബീഹാർ. ബീഹാറിലെ ബോധ്ഗയ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് ആൾക്ക് എൻലൈറ്റൻമെന്റ് അഥവാ ജ്ഞാനോദയം, തപസ്സൊക്കെ ചെയ്ത് അറിവ് കിട്ടിയ ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ ആ തപസ്സിലൂടെയൊക്കെയുള്ള അറിവ് നേടിയെടുത്തത് ബോധ്ഗയയിൽ നിന്നിട്ടാണ്, ബീഹാറിലെ ബോധ്ഗയയിൽ നിന്നിട്ടാണ്. ഇനി അദ്ദേഹത്തിന്റെ ആദ്യ പ്രബോധനം നടത്തിയത് എവിടെ വെച്ചിട്ടാണ്? സർനാത്തിൽ വെച്ചിട്ടാണ്. സർമൺ എന്ന് പറഞ്ഞാൽ പ്രഭാഷണം അഥവാ പ്രബോധനം അല്ലെ. ഇപ്പൊ ഒരാൾ അറിവ് നേടി വലിയൊരു വ്യക്തിയായ ആൾ പ്രസംഗിക്കും, ആ ഒരു പ്രസംഗം അല്ലെങ്കിൽ ആളുടെ ആശയങ്ങളെ കുറിച്ച് ജനങ്ങളോട് പറഞ്ഞു തുടങ്ങിയത് എന്റെ ആശയം ഇന്നതാണ്, ഞാൻ ഇന്ന മതത്തിൽ അല്ലെങ്കിൽ ഇന്നതുപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ ആളുടെ സ്വന്തമായിട്ടുള്ള ആശയങ്ങൾ ജനങ്ങളോട് പങ്കുവെച്ചു തുടങ്ങിയത് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ്? സാർനത്തിൽ വെച്ചിട്ടാണ്. ഇനി ഏറ്റവും അവസാനത്തേതാണ് നിർവാണമണയുക അല്ലെ. നിർവാണമണയുക എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുക എന്ന് ആരും വിശ്വസിക്കരുത്. നിർവാണമണയ എന്ന് പറഞ്ഞാൽ തപസ്സിലൂടെ സമാധാനവും സന്തോഷവും നേടിയെടുക്കുക. അതാണ് നിർവാണമണയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഈ സന്യാസിമാരൊക്കെ തപസ് ചെയ്യുന്നത് എവിടെയാ? ഒന്നില്ലെങ്കിൽ വല്ല ഗുഹയ്ക്കകത്തോ അല്ലെങ്കിൽ ഉൾക്കാടുകളിലോ പോയിട്ടാണ്. എല്ലാ ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലത്തൊന്നും പോയിട്ട് അവരെന്ത് ചെയ്യില്ല? തപസ് ചെയ്യില്ല. എന്തുകൊണ്ടാണ്? അവർ തപസ് ചെയ്യുന്നത് ശാന്തിയും സമാധാനവും സന്തോഷവും കിട്ടാനാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വരുന്നൊരു ബിസി ഏരിയയിൽ നിന്ന് മാറി ഒറ്റപ്പെട്ടെടുക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ടായിരിക്കും ഇവർ എന്ത് ചെയ്യുക? തപസ് ചെയ്യുക. അങ്ങനെ തപസ് ചെയ്ത് സന്തോഷവും സമാധാനവും നേടിയെടുത്തത് ബുദ്ധൻ എവിടെ വെച്ചിട്ടാ? കുഷിനര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാ മക്കളെ? കുഷിനര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ആ കുഷിനര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നിർവാണമണയുക. അതിന് നമ്മൾ ഒറ്റ വാക്കായിട്ട് പറയുകയാണ് നിർവാണമണയുക. മലയാളത്തിൽ നിർവാണമണയുക എന്ന് പറയും. നിർവാണമണഞ്ഞത് എവിടെ വെച്ചിട്ടാണ്? കുഷിനരയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ഒരു മാർക്കിന്റെ ചോദ്യമായിട്ട് നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ നേരിട്ട് ഇങ്ങനെ തന്നെ ചോദിക്കാം. റൈറ്റ് മേജർ ഇവന്റ്സ് ഇൻ ദി ലൈഫ് ഓഫ് ബുദ്ധ. ബുദ്ധന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അല്ലാതെയും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ ബുദ്ധന്റെ ഫോട്ടോ കണ്ടിട്ട് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ബുദ്ധന്റെ ഫോട്ടോയാണ് ഇതല്ലേ. ഇതേപോലെ ഒരു തപസ് ചെയ്യുന്ന വളരെ ശാന്തിയോടെ സമാധാനത്തോടെ അല്ലെ നല്ല സ്നേഹത്തോടെ ഉള്ളൊരു മുഖം ബുദ്ധന്റെ അല്ലെ. അപ്പോ ബുദ്ധാസ് പ്രിൻസിപ്പിൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ബുദ്ധന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തെല്ലാം, പ്രിൻസിപ്പിൾസ് എന്തെല്ലാം, ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം. ഇതൊരു 4 മാർക്കിന്റെ ചോദ്യം നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. ബുദ്ധന്റെ പ്രിൻസിപ്പിൾസ് ഒരു 4 മാർക്കിന്റെ ചോദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. എന്താ ബുദ്ധന്റെ പ്രിൻസിപ്പിൾസ്? ലൈഫ് ഈസ് ഫുൾ ഓഫ് സോറോസ്. എന്താ? ജീവിതം മൊത്തം സങ്കടം നിറഞ്ഞതാണ്, സോറോസ് നിറഞ്ഞതാണ്, വിഷമങ്ങൾ നിറഞ്ഞതാണെന്നാണ് ആര് പറയുന്നത്? ബുദ്ധൻ പറഞ്ഞത്. എല്ലാവരുടെ ജീവിതവും സങ്കടവും സന്തോഷം നിറഞ്ഞതല്ല, സങ്കടം നിറഞ്ഞതാണ് അല്ലെ, സോറോസ് നിറഞ്ഞതാണെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താ? ഡിസയർ ഈസ് ദ കോസ് ഓഫ് സോറോ. എന്താ സോറോയുടെ കോസ്? ഈ വിഷമം ഉണ്ടാവാനുള്ള കാരണം എന്താ? ഡിസയർ ആണ്, ആഗ്രഹമാണ്. ഒരു സാധനം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ആളുകളുടെ ജീവിതത്തിൽ എന്തുണ്ടാവുന്നത്? വിഷമം ഉണ്ടാകുന്നത് അല്ലെ. സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് ബുദ്ധൻ പറയുന്നത്. നമുക്കൊരു സാധനം ആഗ്രഹിച്ചിട്ട് കിട്ടാതെ വരുമ്പോഴൊക്കെ നമുക്ക് എന്ത് വരാം? സങ്കടങ്ങൾ വരാറ് അല്ലെങ്കിൽ വിഷമങ്ങൾ വരാറ് അല്ലെ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മുടെ വിഷമങ്ങൾക്കെല്ലാം കാരണം. നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം ജീവിതത്തിൽ നടക്കണമെന്നില്ല അല്ലേ. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാതെ ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിഷമം
വിഷമങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെയാണ് എന്തിന് കാരണം, നമ്മുടെ മനസ്സിലുണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വിഷമങ്ങൾക്ക് കാരണമായിട്ട് മാറുന്നത്. ഇനി ഇഫ് ഡിസൈർ ഈസ് ഡെസ്ട്രോയിഡ് സോറോ വിൽ ഡിസപ്പിയർ. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി മാറും അല്ലേ. ഞാനൊരു സാധനവും ആഗ്രഹിക്കണില്ല, എന്റെ ജീവിതം എങ്ങനെയാണോ അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ആര് പറയുന്നത്, ബുദ്ധൻ പറയുന്നത്. ബുദ്ധന്റെ ആശയങ്ങളാണ്. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, ജീവിതം മൊത്തം സങ്കടങ്ങൾ നിറഞ്ഞതാണ്. ഇനി നമ്മുടെ സങ്കടങ്ങൾക്കുള്ള കാരണം നമ്മുടെ തന്നെ ആഗ്രഹങ്ങളാണ്. പിന്നെ പറഞ്ഞത് എന്താ, നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സങ്കടങ്ങളെ ഒഴിച്ചു മാറ്റാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് പറ്റും. ഇനി ഇതൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് പറയാൻ എളുപ്പമുണ്ട് അല്ലേ. സങ്കടങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കണം, ആഗ്രഹങ്ങൾ ഇല്ലാതാക്കണം, ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെക്കണം, ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ ബുദ്ധൻ അതിനൊരു വഴി കൂടി പറഞ്ഞു. എങ്ങനെയാണ് ഈ വിഷമങ്ങൾ ഇല്ലാതാക്കുക എന്ന് ബുദ്ധൻ പറഞ്ഞു. അതിന് നമ്മൾ അഷ്ടംഗമാർഗ അഥവാ 8 fold path, ഇംഗ്ലീഷിൽ 8 fold path എന്നും അഷ്ടംഗമാർഗ എന്നാണ് ബുദ്ധൻ വിശേഷിപ്പിച്ചത്. ആ പാത പിന്തുടർന്നു കഴിഞ്ഞാൽ, അഷ്ടംഗമാർഗ പാത പിന്തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കി ജീവിതത്തിൽ നമ്മുടെ വിഷമങ്ങളെ മാറ്റാൻ പറ്റുമെന്നാണ് ആര് പറഞ്ഞത്, ബുദ്ധൻ പറഞ്ഞത്. അപ്പോൾ ഈ അഷ്ടംഗമാർഗ ഏതൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, നമുക്കതൊന്നും പഠിക്കാനില്ല, എക്സ്ട്രാ റീഡിംഗ് ആണ്, അതൊന്നും പരീക്ഷയ്ക്ക് വരില്ല, അതുകൊണ്ട് അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് അതൊക്കെ വായിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കാം, ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. അതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു ഉപയോഗമൊന്നുമില്ല. അതുകൊണ്ട് ഓക്കെ, അതായത് നമുക്ക് പരീക്ഷയ്ക്ക് അതൊന്നും വരില്ല, അതല്ലാതെ നമുക്ക് അത് എന്ത് ചെയ്യാം, വായിച്ചു വിടാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതൊക്കെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി. അതല്ലാതെ നിങ്ങൾ അത് കുത്തിരിയൊന്നും പഠിക്കേണ്ട, അതിങ്ങനെ കുറെ നേരം വായിച്ച് പഠിക്കേണ്ടതൊന്നും വേണ്ട. അഷ്ടംഗമാർഗം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരില്ല, അത് എക്സ്ട്രാ റീഡിംഗ് ആണ്. ഓക്കെ, അപ്പൊ 8 fold path, നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കി നമുക്ക് സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ ഒഴിവാക്കി നമുക്ക് സന്തോഷം നേടണമെങ്കിൽ നമ്മൾ എന്ത് പാത പിന്തുടരണം, അഷ്ടംഗമാർഗ പാത പിന്തുടരണം, അഥവാ 8 fold path പിന്തുടരണം എന്നാണ് ആര് പറഞ്ഞത്, ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. അടുത്തതാണ് ഈ ചാപ്റ്ററിലെ അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മഗധ കിങ്ഡം, മഗധ രാജഭരണത്തെ പറ്റി അല്ലെ. ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു 10-15% വരുന്നത് മഗധ കിങ്ഡത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മഗധയിലെ പ്രധാനപ്പെട്ട കിങ്ഡംസ് ഏതാണ്, ആ മഗധക്ക് മുമ്പ് ജനപടാസും മഹാജനപടാസും ഉണ്ടായത് എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിന്റെ ബാക്കി തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. ജനപടാസ് എന്താണെന്നും മഹാജനപടാസ് എന്താണെന്നും നമ്മൾ 8ൽ പഠിച്ചത് തന്നെയാണ്. ചെറിയ ചെറിയ ഡെഫിനേഷൻസേ ഉള്ളതൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കിയാൽ തന്നെ വായിച്ച് പഠിക്കാൻ പറ്റിയതാണ്. അതുകൊണ്ട് അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം നമ്മൾ നേരെ പഠിക്കുന്നത് മഗധ കിങ്ഡം ആണ്. അപ്പോൾ ജനപടാസും മഹാജനപടാസും പഠിക്കണ്ട എന്നല്ല, ആ ടെക്സ്റ്റ് നോക്കി നിങ്ങൾ പഠിക്കുക. കാരണം അതും നമ്മൾ ഉൾപ്പെടുത്തി വെറുതെ വീഡിയോ കുറെ ലെങ്തി ആക്കിയിടുന്നില്ല. അതൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച് ഒഴിവാക്കി വിട്ടതാണ്. അത് തന്നെയാണ് അവരുടെ ഡെഫിനേഷൻ തന്നെ. 8ൽ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് 9ാം ക്ലാസ്സിന്റെ ഡെഫിനേഷൻ ആയിട്ട് തന്നേക്കുന്നത്. അപ്പൊ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത് കുത്തിയിരുന്ന് പഠിക്കണം. നിങ്ങൾക്ക് വേഗം വായിച്ചാൽ കിട്ടും. ഇപ്പൊ 8ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തതാണ് മഗധ കിങ്ഡം. മഗധ കിങ്ഡത്തിന്റെ നല്ലൊരു ഫോട്ടോ ഞാൻ തന്നിട്ടുണ്ട് അല്ലെ. ആ രാജഭരണം മൊത്തമല്ല, ആ രാജ്യത്തിന്റെ മൊത്തം സാമ്രാജ്യം മൊത്തം ഇങ്ങനെയല്ല, എന്നാലും ഒരു പ്രദേശം, പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് മഗധ കിങ്ഡത്തിന്റെ ഈ തന്നിരിക്കുന്നത്. നോക്കാം, മഗധയിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്താ, ഫെർട്ടൈൽ റീജിയൻ വിത്ത് ഗുഡ് റെയിൻഫോൾ. അവിടെ എന്താ, നല്ല ഫലഭൂഷ്ടമായ മണ്ണാണ്. മഗധയിലെ മണ്ണ് എങ്ങനെയാ, നല്ല ഫലഭൂഷ്ടമായ മണ്ണാണ്. വിത്ത് ഗുഡ് റെയിൻഫോൾ, അവിടെ മഴയും ആവശ്യത്തിലേറെ അവർക്ക്, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള മഴയും അവർക്ക് എന്ത് ചെയ്തിരുന്നു, കിട്ടിയിരുന്നു. അപ്പൊ കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യമായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്, മഗധയിൽ ഉണ്ടായിരുന്നത്. മഗധയിൽ ഉണ്ടായിരുന്ന സാഹചര്യം എങ്ങനെയാ, കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യമായിരുന്നു. ഫെർട്ടൈൽ റീജിയൻ ആയിരുന്നു. അവിടെ ഗുഡ് ആനുവൽ റെയിൻഫോൾ ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് മഴയും ലഭിച്ചിരുന്നു. ഫലഭൂഷ്ടമായ മണ്ണും ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തതാണ് ലാർജ് ഡെപ്പോസിറ്റ് ഓഫ് അയൺ ഓർ, ഇരുമ്പ് അയിര് എന്ന് പറയും. അയൺ ഓർ, ഇരുമ്പയിരിന്റെ ധാരാളം നിക്ഷേപം അവിടെ ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് അയൺ ഓർ, നമുക്കറിയാം, നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഓറിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കുക, മെറ്റൽസ് ഉണ്ടാക്കുക. അപ്പോൾ അയണിന്റെ ഓറിൽ നിന്നാണ് അയൺ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഓറുകൾ, അയൺ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓറുകൾ എവിടെ നിന്ന് കിട്ടിയിരുന്നു, മഗധയിൽ നിന്ന് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം ഇരുമ്പായുധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നു. ഓക്കെ, അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. അയൺ നീഡഡ് ഫോർ ടൂൾസ് ആൻഡ് വെപ്പൺസ് വർ റെഡിലി അവൈലബിൾ. അതുകൊണ്ട് തന്നെ അയൺ ഓർ ധാരാളം ഡെപ്പോസിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ, അയൺ ഓറിന്റെ ഡെപ്പോസിറ്റ് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ്, അയൺ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ആ ഓറ് കൺവേർട്ട് ചെയ്ത് അവർക്ക് അയണാക്കി മാറ്റിയാൽ മതിയായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ടൂൾസും വെപ്പൺസും, ആയുധങ്ങൾ, യുദ്ധത്തിനുള്ള ആയുധങ്ങളായാലും അതുകൂടാതെ കൃഷിക്കുള്ള വെപ്പൺസ് ആയാലും അവരെന്ത് ഉണ്ടാക്കിയെടുത്ത്, ഈ പറഞ്ഞ അയനോറിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതാണ് elephants were available in large number in the forest of Magadha. മഗധയിലെ കാടുകളിൽ ധാരാളം ആനകൾ കാണപ്പെട്ടിരുന്നു. പണ്ടത്തെ ഒരു യുദ്ധത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആനകളെ ഉപയോഗിച്ചുള്ള യുദ്ധങ്ങളൊക്കെയാണ്.
ആനകളാണ് യുദ്ധത്തിൽ അന്ന് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഗധയിലെ കാടുകളിലേക്ക് നോക്കുമ്പോൾ മഗധയിലെ കാടുകളിൽ ധാരാളം ആനകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധങ്ങളിൽ മഗധയ്ക്ക് എന്തുണ്ടായിരുന്നു, ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും ഉണ്ടായിരുന്നു. ഇത് ഒരുപാട് ആനകളുള്ളതുകൊണ്ട്, ഒരുപാട് ആനകളെ പിടിച്ച് അവർ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നത് കൊണ്ടും അവർക്ക് എന്തായിരുന്നു, എപ്പോഴും യുദ്ധത്തിൽ മഗധയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അവിടെ ധാരാളം ഇരുമ്പിന്റെ ഡെപ്പോസിറ്റ് ഉണ്ട്, അയണോർ ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ടൂൾസും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അവർക്ക്. ഇതൊക്കെ അവർക്ക് എന്തായിരുന്നു, അനുകൂലമായിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരുന്നു, യുദ്ധം ജയിക്കാനുള്ള അനുകൂലമായിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരുന്നു, അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ആയിരുന്നു. ഇനി ദിസ് എൻഷുർഡ് മഗധൻ വിക്ടറി ഇൻ ദി ബാറ്റിൽസ് അല്ലെ, നമ്മൾ പറഞ്ഞു ഇരുമ്പയിലുള്ളതും അതുപോലെ തന്നെ ആനകൾ ഒരുപാട് കാട്ടിലുള്ളതും എന്താണ്, മഗധയുടെ വിജയത്തിന് മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ യുദ്ധത്തിലെ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നത് എന്താണ്, ഇരുമ്പയിലുള്ളതും അയണോർ ഡെപ്പോസിറ്റ് ഉള്ളതും അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ എലഫന്റ് ഉള്ളതുമാണ്. ഓക്കെ. ഇനി ദി ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് പ്രൊവൈഡ് ഈസി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, അഥവാ ചരക്കു സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാക്കിയത് എന്താ, ഗംഗാ നദിയും അതിന്റെ കൈവഴികളുമാണ് അല്ലെ. നമുക്കറിയാം ഇന്ന് പ്രധാനമായിട്ടും ഇന്നും പണ്ടും ഒക്കെ എന്താണ്, ഈ സാധനങ്ങൾ കയറ്റിക്കുന്ന പ്രധാനമായിട്ട് എന്തിലൂടെയാ, കപ്പൽ മാർഗമാണ് അല്ലെ, പുഴകളിൽ കടൽ മാർഗമാണ്. അന്നിപ്പോ ഗംഗാ നദിയിലൂടെയൊക്കെയാണ്. ഇപ്പൊ ഒന്ന് കപ്പലല്ല, അതായത് ഒരു കിങ്ഡത്തിൽ നിന്ന് വേറൊരു കിങ്ഡത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോഴും എന്താണ്, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അവർ ആശ്രയിച്ചത്. കപ്പൽ കടലിലൂടെ അല്ല അവർ കൊണ്ടുപോയത്, പകരം എന്താണ്, ഗംഗാ നദിയിലൂടെയും അതിന്റെ കൈവഴികളിലൂടെയുമാണ്. വാട്ടർ ട്രാൻസ്പോർട്ടേഷനാണ് അവർ പ്രാധാന്യം കൊടുത്തത്. ആ വാട്ടർ ട്രാൻസ്പോർട്ടേഷനുള്ള അനുകൂല ഘടകവും എവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ മഗധയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗംഗയും അതിന്റെ ട്രിബ്യൂട്ടറീസും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഗുഡ്സ് എല്ലാം വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റി, ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. അടുത്തതാണ് മഗധ ഹാഡ് എഫിഷ്യന്റ് റൂളേഴ്സ് ലൈക്ക് ബിംബിസാര ആൻഡ് അജാതശത്രു. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. മഗധയിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളായ, എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യക്ഷമതയുള്ള വളരെ പ്രധാനപ്പെട്ട പ്രസിദ്ധരായ രണ്ട് ഭരണാധികാരികളാണ് മഗധയിലെ ബിംബിസാരയും അജാതശത്രു. നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും ഇതൊക്കെ. 8ാം ക്ലാസ്സിൽ നമ്മൾ ഇവരെ പേരൊക്കെ ഒന്ന് എന്ത് ചെയ്താണ്, മെൻഷൻ ചെയ്തൊക്കെ പോകുന്നുണ്ട് അല്ലെ. ബിംബിസാരനെ പറ്റിയും അജാതശത്രുവിനെ പറ്റിയും നമ്മൾ എന്ത് ചെയ്താണ്, പഠിച്ചതാണ്, കേട്ടതാണ്. അപ്പൊ ബിംബിസാരയും അജാതശത്രുവും അന്നത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികളാണ്, ബിംബിസാരയും അജാതശത്രുവും. അടുത്തതാണ് മഗധ എന്ന് പറയുന്ന ആ രാജവംശത്തെ ഭരിച്ച പല രാജവംശങ്ങളാണ്. മഗധ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ ഭരിച്ച പ്രധാനപ്പെട്ട രാജവംശങ്ങളാണ് 3 ഏതൊക്കെയാ, ഹര്യങ്ക ഡൈനാസ്റ്റി, ശിശുനാഗ ഡൈനാസ്റ്റി, നന്ദ ഡൈനാസ്റ്റി. 3 രാജവംശങ്ങളാണ് മഗധ എന്ന് പറയുന്ന സ്ഥലത്തെ ഭരിച്ചിട്ടുള്ളത്. ആരൊക്കെയാ മക്കളെ, ഹര്യങ്ക ഡൈനാസ്റ്റി, ശിശുനാഗ ഡൈനാസ്റ്റി, നന്ദ ഡൈനാസ്റ്റി. അതിൽ ഹര്യങ്ക ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബിംബിസാരയും അജാതശത്രുവും. ഹര്യങ്ക രാജവംശത്തിലെ പ്രസിദ്ധരായ മഗധ എന്ന് പറയുന്ന ആ സ്ഥലത്തെ ഭരിച്ചിരുന്ന രാജവംശങ്ങളുടെ പേരാണ് ഹര്യങ്ക, ശിശുനാഗ, നന്ദ. അതിൽ ഹര്യങ്ക രാജവംശത്തിലെ പ്രസിദ്ധരായ ഭരണാധികാരിയായിരുന്നു ആര്, ബിംബിസാരയും അജാതശത്രുവും. ശിശുനാഗ ഡൈനാസ്റ്റിയിലെ പ്രസിദ്ധനായ ഭരണാധികാരി ശിശുനാഗ. ആ പേരിൽ തന്നെ കിട്ടും, ശിശുനാഗ ഡൈനാസ്റ്റി, ശിശുനാഗ. നന്ദ ഡൈനാസ്റ്റിയിൽ മഹാപത്മാനന്ദയായിരുന്നു എന്ത്, നന്ദ രാജവംശത്തിലെ പ്രസിദ്ധനായ രാജാവാരായിരുന്നു മഹാപത്മാനന്ദ. അപ്പോ അവരുടെ പേരും പഠിച്ചു വെക്കാൻ മാച്ച് ദി ഫോളോയിങ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് 3 തന്നിട്ട് നിങ്ങളോട് മാച്ച് ദി ഫോളോയിങ് ചോദിക്കാനും സാധ്യത ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് കാണാം. അതല്ലെങ്കിൽ 1 മാർക്കിനായിട്ടും നിങ്ങളോട് ചോദിച്ചേക്കാം. അപ്പോ ഇതൊക്കെ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ മാച്ച് ദി ഫോളോയിങ് ആയിട്ടോ ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും വളച്ചും തിരിച്ചും ചോദിച്ചാൽ എഴുതാൻ പറ്റണം. അപ്പോൾ ഈ വീഡിയോ കണ്ടവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കും. അടുത്താണ് അർത്ഥശാസ്ത്ര. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്തൊരു ടോപ്പിക്കാണ് അർത്ഥശാസ്ത്ര. അർത്ഥശാസ്ത്രം നിങ്ങൾ എന്തായാലും പഠിക്കണം എന്ന് ഉറപ്പുള്ള ഒരു ടോപ്പിക്ക് മാത്രമേ അവിടെ തന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് നന്നായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ചുരുങ്ങിയത് ഇത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അർത്ഥശാസ്ത്രത്തിൽ നിന്ന് പഠിക്കണം. ഇതും ചിലപ്പോൾ മാച്ച് ദി ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ആയിട്ടോ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ് അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന ഓരോ വാക്കും, സ്വാമി എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്, കിങ്ങിനെ സൂചിപ്പിക്കുന്നതാണ്, രാജാവിനെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അമാത്യാര മിനിസ്റ്റേഴ്സ് ആണ്. ജനപട എന്താ, ലാൻഡ് ആൻഡ് പീപ്പിൾ ആണ് അല്ലെ. ഈ അമാത്യ എന്നൊക്കെ ഉള്ളത് മിനിസ്റ്റേഴ്സും, ജനപട എന്ന വാക്ക് ലാൻഡ് ആൻഡ് പീപ്പിൾ, ഭൂമിയും ജനങ്ങളും എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദുർഗ എന്താ, ദുർഗ ഫോർട്ടിഫൈഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് അല്ലെ, സംരക്ഷിത സ്ഥലങ്ങളാണ് എന്ത്, ദുർഗ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഘോഷ എന്താ, ട്രഷറി അല്ലെ, സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഘോഷ. ദന്ത എന്താ, ജസ്റ്റിസ്, നീതി. അതുപോലെ തന്നെ മിത്ര, ഫ്രണ്ട്ലി കൺട്രീസ്. മിത്രം എന്ന് പറയുന്ന വാക്കുപോലെ മിത്ര, ഫ്രണ്ട്ലി കൺട്രീസ് ആണ് അല്ലെ, സൗഹൃദ രാജ്യങ്ങളാണ് മിത്ര എന്ന വാക്കുകൊണ്ട് അവര് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഇത് നിങ്ങൾ നോക്കി വെച്ചേക്കാം. ഇതും നിങ്ങളോട് മാച്ച് ദി ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ആയിട്ടോ ചോദിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല,
വിട്ട് കളയാൻ പാടില്ല. ഈ നിങ്ങൾ കാണുന്ന എല്ലാ സ്ലൈഡും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ലൈഡുകളാണ്. ബാക്കിയുള്ളത് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, എന്നാൽ ഈ ചാപ്റ്ററിന്റെ ഒരു കോർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ കാണിക്കുന്ന 10-12 സ്ലൈഡുകളാണ്. അപ്പൊ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം അത് പഠിക്കുക, എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ട്. യെസ്, അടുത്തതാണ് അശോകധമ്മയിലെ പ്രധാനപ്പെട്ട ഐഡിയാസ്. നമുക്കറിയാം, അത് കഴിഞ്ഞിട്ട് അശോകനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മൗര്യഭരണത്തെ പറ്റിയും, മൗര്യഭരണത്തെ പ്രസിദ്ധനായ രാജാവാണ് അശോകൻ എന്നും അശോകധർമ്മ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അശോകധമ്മ എന്ന് പറയുന്ന ആ ഒരു ആശയത്തിന്റെ പ്രധാനപ്പെട്ട ഐഡിയാസ് 3 മാർക്കിന്റെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. 3 മാർക്കിന്റെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മൗര്യ രാജഭരണത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ആര്? അശോകൻ. ഓക്കെ, എന്താ അശോകധമ്മയിലെ പ്രധാനപ്പെട്ട ഐഡിയാസ്? ബി ടോളറന്റ് ടു അതർ റിലീജിയൻ. മറ്റുള്ള മതങ്ങളോട് സഹിഷ്ണുതയോടെ പെരുമാറാം. അതാ, നമ്മുടെ വിശ്വാസം നമ്മൾ ആചരിച്ചു പോരാ, അവരുടെ വിശ്വാസം അവർ ആചരിച്ചോട്ടെ. അങ്ങനെയുള്ളവർ എന്താണ്, സ്നേഹത്തോടെ പരസ്പരം എല്ലാ മതക്കാരും ഒന്നിച്ച് ജീവിച്ചു പോവുക. അല്ലാതെ മതവിശ്വാസത്തിന്റെ പേരിൽ തമ്മിത്തല്ലാതെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും എല്ലാവരും എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോകും. നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളതുപോലെ എന്താണ്, വിഷു ആയാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഓണമായാലും എല്ലാ ആഘോഷവും എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുന്നത് പോലെ എല്ലാവരും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഒന്നിച്ച് ആഘോഷിച്ച് എല്ലാവരും മുന്നോട്ടേക്ക് പോവാം. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ആശയം. എന്തിലെ പ്രധാനപ്പെട്ട ആശയം? അശോകധമ്മയിലെ പ്രധാനപ്പെട്ട ആശയം. രണ്ടാമത്തതാണ് റെസ്പെക്ട് എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. മുതിർന്നവരെയും അധ്യാപകരെയും ബഹുമാനിക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? നമ്മളെക്കാൾ പ്രായത്തിന് മുതിർന്ന ആളുകളെയും നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും ബഹുമാനിക്കുക എന്നുള്ളതും എന്തിന്റെ ആശയമായിരുന്നു? അശോകധമ്മയിലെ ആശയമായിരുന്നു. മൂന്നാമത്തതാണ് ബി കൈൻഡ് ടു സ്ലേവ്സ് ആൻഡ് ദി സിക്ക്. അന്ന് അടിമകൾ ഉണ്ടായിരുന്നു, അല്ലെ? രാജകുടുംബത്തിലായാലും അതല്ലാത്തവർക്കായാലും മുതലാളിമാർക്കൊക്കെ എന്തായിരുന്നു? ധാരാളം അടിമകൾ ഉണ്ടായിരുന്നു. അന്ന് അടിമക്കച്ചവടത്തിന്റെ കേന്ദ്രങ്ങൾ വരെ ഉണ്ടായിരുന്നു, അല്ലെ? അടിമകളെ വിൽക്കുന്നതിന് വേണ്ടി മാത്രമുള്ള മാർക്കറ്റുകൾ വരെ പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അടിമകളോട് സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറാം. ഇനി പ്രായമായ ആളുകളോ അല്ലെങ്കിൽ അസുഖം വന്ന ആളുകൾ, സിക്ക് അസുഖം വന്ന ആളുകളോടും സ്നേഹത്തോടെയൊക്കെ പെരുമാറുക എന്നുള്ളതും ആര് പറഞ്ഞതാണ്? അശോകധമ്മയിലെ ആശയമാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, നോക്കി വെക്കാം. 3 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിച്ചേക്കാം. യെസ്, ഗ്രോത്ത് ഓഫ് ട്രേഡ്. ഇതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, നമ്മളപ്പോ അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇനി കുറച്ച് ഭാഗങ്ങൾ വേറെ എന്താണ്, ട്രേഡിനെ പറ്റി, പിന്നെ ഏതൻസ് അല്ലെങ്കിൽ ഗ്രീസിനെ പറ്റിയൊക്കെയാണ് ഇനി പറയാനുള്ളത്. അപ്പൊ അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ അങ്ങോട്ട് തീരും. ചാപ്റ്റർ മൊത്തം ഓവർവ്യൂ ആയിട്ടാണ് നമ്മൾ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഗ്രോത്ത് ഓഫ് ട്രേഡ്, കച്ചവടത്തിലെ പുരോഗതിയെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു പേജ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഫിഗേഴ്സ് കാണാം, കുറച്ച് ചിത്രങ്ങൾ കാണാം, അന്നത്തെ കോയിൻസിന്റെ ചിത്രങ്ങൾ കാണാം. അതിനെയാണ് നമ്മൾ വിളിച്ച പേരാണ് പഞ്ച് മാർക്ക്ഡ് കോയിൻസ്. അതിനെ വിളിച്ച പേരെന്താ മക്കളെ? പഞ്ച് മാർക്ക്ഡ് കോയിൻസ് ആണ്. ഈ പഞ്ച് മാർക്ക്ഡ് കോയിൻസ് ആണ് എന്താക്കിയത്? എന്ത് വെച്ചിട്ടൊക്കെയാ? സിൽവർ വെച്ചിട്ടും കോപ്പർ വെച്ചിട്ടുമാണ്. അപ്പൊ അന്ന് ഉപയോഗിച്ചിരുന്ന പഞ്ച് മാർക്ക്ഡ് കോയിൻസ്, അന്ന് ഉപയോഗിച്ചിരുന്ന കോയിൻസ് ആണ് പഞ്ച് മാർക്ക്ഡ് കോയിൻസ്, പഞ്ച് മാർക്ക്ഡ് നാണയങ്ങൾ. ആ പഞ്ച് മാർക്ക്ഡ് കോയിൻസ് എന്ത് വെച്ചാ ഉണ്ടാക്കിയിരുന്നത്? സിൽവർ വെച്ചിട്ടും കോപ്പർ വെച്ചിട്ടുമാണ് ഉണ്ടാക്കിയിരുന്നത്. ഇനി ഇതായിരുന്നു അന്നത്തെ എവിഡൻസ്. എന്തിന്റെ? കച്ചവടത്തിന് കോയിൻസ് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നതിന്റെ എവിഡൻസ് ആയിരുന്നു ഈ പറഞ്ഞ പഞ്ച് മാർക്ക്ഡ് കോയിൻസ്. അന്ന് കച്ചവടം, നമുക്കറിയാം പണ്ട് കാലത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ എപ്പോഴും നാണയങ്ങൾ ഉപയോഗിച്ചിരുന്ന കച്ചവടമല്ല. എന്താണ്? കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായമായിരുന്നു, അല്ലേ? എന്തെങ്കിലും ഞാൻ അവിടെ നിന്ന് മേടിച്ച എന്റെ കയ്യിലുള്ള വേറെ എന്തെങ്കിലും സാധനം അവർക്ക് തിരിച്ചു കൊടുക്കും. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത്, പണ്ടത്തെ കാലത്തെ കച്ചവടത്തിൽ നിലനിന്നിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് രാജകുടുംബങ്ങളൊക്കെ വന്നതോടുകൂടിയാണ് ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തി കോയിൻ സിസ്റ്റം കൊണ്ടുവരാൻ തുടങ്ങിയത്. അപ്പോൾ അന്നത്തെ കാലത്ത് കോയിൻസ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാണ് എന്ത്? ഈ പറഞ്ഞ പഞ്ച് മാർക്ക്ഡ് കോയിൻസ്. ഓക്കെ, അടുത്തതാണ് ഗുഡ്സ് വെർ ട്രാൻസ്പോർട്ടഡ് ത്രൂ സീ, ലാൻഡ് ആൻഡ് റിവേഴ്സ്. കരയിലൂടെയും കടലിലൂടെയും പുഴകളിലൂടെയും എന്ത് ചെയ്തിരുന്നു? സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നു, കൈമാറ്റം നടത്തുന്നതിനെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ കച്ചവടത്തിന് വരുമ്പോൾ ചിലപ്പോൾ കരമാർഗം കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ ആനപ്പുറത്തോ വരാം, അല്ലെങ്കിൽ കപ്പലിലൂടെ വരാം, അല്ലെങ്കിൽ എന്താണ് വള്ളങ്ങളിൽ വെച്ചിട്ടോ ബോട്ട്, ചെറിയ ചെറിയ ബോട്ടുകളിൽ വെച്ചിട്ടോ റിവേഴ്സിലൂടെ ആയാലും സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നു, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിരുന്നു. അതിന് അവർ എല്ലാ രീതിയും ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അടുത്താണ് ഗ്രെയിൻസ്, ടെക്സ്റ്റൈൽസ്, മെറ്റൽ എക്സെട്ര വിത്ത് ചീഫ് കമോഡിറ്റീസ് ഓഫ് ട്രേഡ്. അന്നും കച്ചവടം ചെയ്യുന്ന പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്താ? ഗ്രെയിൻസ് ധാന്യങ്ങള്, ടെക്സ്റ്റൈൽ തുണികള്, മെറ്റൽ എക്യുപ്മെന്റ്സ് മെറ്റൽസുമായിരുന്നു എന്ത് ചെയ്തിരുന്നത്? അവർ പ്രധാനമായിട്ടും അന്നത്തെ കാലത്ത് കച്ചവടം ചെയ്തിരുന്നത്. ഓക്കെ, ഇനി അന്നത്തെ ട്രേഡേഴ്സിനെ വിളിച്ചിരുന്ന പേരാണ് സെത്തീസും ശതവാഹകരും. ഇതൊക്കെ നമ്മൾ പഴയ ബുക്കുകളിലും അല്ലെങ്കിൽ നമ്മുടെ പഴയ ആൾക്കാർ കഥയൊക്കെ പറയുമ്പോൾ കേട്ടിട്ടുണ്ട്, ചെത്തികള് ശതവാഹകർ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ സെത്തീസ്, ഓക്കെ, ഇംഗ്ലീഷിൽ അതിനെ സെത്തീസ് എന്ന് പറയും. സെത്തീസ് ശതവാഹകർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ട്രേഡേഴ്സിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. അപ്പൊ ഗ്രോത്ത് ഓഫ് ട്രേഡ് എന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. 4 മാർക്കിന് ചോദിക്കും, 4 പോയിന്റേ ഉള്ളവരെ എഴുതാൻ. അപ്പൊ അത് മാത്രം എഴുതി വെച്ചാൽ മതി. അല്ലെങ്കിൽ 2 മുതൽ 3 മാർക്കിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. 2 മുതൽ 3 മാർക്ക്, 4 മാർക്കിന് ചോദിച്ചില്ലെങ്കിലും 2 മുതൽ 3 മാർക്കിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അപ്പൊ അത് എന്ത് ചെയ്യുക? നോക്കി വെക്കാം. അടുത്തതാണ്
സ്റ്റേറ്റ് ഫോർമേഷൻ ഗ്രീസ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഗ്രീസിലെ രാഷ്ട്ര രൂപീകരണത്തെ പറ്റി. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് ഫോർമേഷനെ പറ്റിയാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റിനെ പറ്റിയും പഠിച്ചു, മഗധയെ പറ്റിയും മൗര്യ ഭരണത്തെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങൾ, ജനപടങ്ങളെ പറ്റിയും മഹാജനപടാസിനെ പറ്റിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇനി ഇന്ത്യക്ക് പുറത്തുള്ള കഥയിലേക്ക് പോവുകയാണ്. അതാണ് ഗ്രീസിലെ സ്റ്റേറ്റ് ഫോർമേഷൻ. ഗ്രീസിൽ എന്തായിരുന്നു? ഗ്രീസിൽ സിറ്റി സ്റ്റേറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രീസിൽ ഉണ്ടായിരുന്നത് മക്കളെ സിറ്റി സ്റ്റേറ്റുകളായിരുന്നു. ആ സിറ്റി സ്റ്റേറ്റുകൾ എങ്ങനെയാ രൂപപ്പെട്ടത്? ഗ്രാമങ്ങൾ ഒന്നിച്ചു നിന്നിട്ടാണ് സിറ്റി സ്റ്റേറ്റുകൾ രൂപപ്പെട്ടിരുന്നത്. ഗ്രാമങ്ങൾ ഒന്നിച്ചു നിന്നിട്ട് അഥവാ സെക്യൂരിറ്റി എന്താണ് സുരക്ഷാ വിഷയങ്ങളിലും അതുപോലെ ഭരണകാര്യങ്ങളിലും നോക്കിയേ, ഇൻ ദ ഗ്രീസ് വില്ലേജ് സ്റ്റു ടുഗദർ ഫോർ ദി പർപ്പസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് ഗവേണൻസ്. എന്താണ്? സുരക്ഷാ വിഷയങ്ങളിലും ഭരണകാര്യങ്ങളിലും കുറച്ച് ഗ്രാമങ്ങൾ ഒന്നിച്ചു നിന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഗ്രീസിൽ നിലനിന്നിരുന്നത്. അതിനെ വിളിച്ച പേരാണ് സിറ്റി സ്റ്റേറ്റ്. അതിനെ മക്കളെ വിളിച്ച പേരാണ് സിറ്റി സ്റ്റേറ്റ്. സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ട് അവിടെ ഒരു സിറ്റി ഉണ്ടാകും, അതിനെ ചുറ്റപ്പെട്ട് അഗ്രികൾച്ചറൽ വില്ലേജസ് ഉണ്ടാകും. ഒരു സിറ്റിയും ആ സിറ്റിക്ക് ചുറ്റിനും എന്താണ്? കുറച്ച് ഗ്രാമങ്ങളും ഉണ്ടാവും. ഇവർ ഒന്നിച്ചു ചേർന്നാൽ എന്തായി? ഒരു സിറ്റി സ്റ്റേറ്റ് ആയി. അവരൊന്നിച്ചു ചേർന്നാൽ മക്കളെ എന്തായി? ഒരു സിറ്റി സ്റ്റേറ്റ് ആയി. ഇനി ഓരോ സിറ്റി സ്റ്റേറ്റിന്റെയും അതിർത്തികൾ നിശ്ചയിച്ചിരുന്നത് എന്ത് വെച്ചിട്ടാ? അവിടെ ഉണ്ടായിരുന്ന കുന്നും മലയും വെച്ചിട്ടാണ്. ഹിൽസ് ആൻഡ് മൗണ്ടെയിൻസ് ആയിരുന്നു. അവിടെയുള്ള ഹിൽസ് ആൻഡ് മൗണ്ടെയിൻസ് ആയിരുന്നു എന്ത്? സിറ്റി സ്റ്റേറ്റിന്റെ അതിർത്തികൾ. ഇത് ഇങ്ങനെ വല്ല മലകൾ ഉണ്ടെങ്കിൽ ഇത് ഈ മലയുടെ ഈ ഭാഗത്തേക്ക് ഒരു സിറ്റി സ്റ്റേറ്റും ഈ ഭാഗത്ത് വേറൊരു സിറ്റി സ്റ്റേറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കുന്നുകളും മലകളും ആയിരുന്നു എന്ത്? അവിടുത്തെ ബൗണ്ടറീസ്, അതിർത്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുന്നിൻ ചെരുവുകളുടെ ഒരു ഭാഗം വേറൊരു സിറ്റി സ്റ്റേറ്റ് ആണെങ്കിൽ അപ്പുറത്തെ ചെരുവ് മറ്റേ സിറ്റി സ്റ്റേറ്റിന്റെ ആയിരിക്കും. അങ്ങനെ രണ്ട് സിറ്റി സ്റ്റേറ്റുകൾ ഒരു കുന്നിന്റെ അപ്പുറവും ഇപ്പുറമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ ബോർഡർ. ഇത്തരത്തിലുള്ള കുന്നും മലയും പാറകളും ഒക്കെയായിരുന്നു അവരുടെ ബോർഡർ, അതിർത്തി എന്ന് പറയുന്നത്. നമ്മളിപ്പോ അതിർത്തി എങ്ങനെയാ കാണാം? നമ്മൾ വേര് കൊണ്ടേ കിട്ടും അല്ലെ? അതുപോലെ അവരെന്തിനാ ഉപയോഗിച്ചിരുന്നത്? മലകളെയാണ് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ കുന്നുകളെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി ദി ക്യാപിറ്റൽസ് ഓഫ് ദി സിറ്റി സ്റ്റേറ്റ് ആർ ലൊക്കേറ്റഡ് ഓൺ ഹൈ ഹിൽസ്. എന്താ ക്യാപിറ്റൽ സിറ്റി ഉണ്ടാവുക? എന്താണ്? ഏറ്റവും വലിയ ആ സിറ്റി സ്റ്റേറ്റിൽ തന്നെയുള്ള ഏറ്റവും വലിയ കുന്നിന്റെ മീഡിയ ആയിരിക്കും എന്തുണ്ടാവുക? ക്യാപിറ്റൽ സിറ്റി, തലസ്ഥാനം അല്ലെങ്കിൽ ആസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പോലെ തലസ്ഥാനം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടാവുക എവിടെയാണ്? ഏറ്റവും വലിയ കുന്നിന്റെ മീഡിയ ആയിരിക്കും. പ്രധാനപ്പെട്ട സിറ്റി സ്റ്റേറ്റുകൾ ഏതൊക്കെയാ? ഏഥൻസ്, സ്പാർട്ട, കൊറിന്ത്, തെബീസ്. ഇത് നാലുമാണ് അന്നത്തെ പ്രധാനപ്പെട്ട ഗ്രീസിലെ സിറ്റി സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വേണം ആദ്യം പഠിക്കാൻ. പിന്നെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ജനപടാസം എന്താണെന്നും മഹാജനപടാസം എന്താണെന്നും വിട്ടുപോകരുത്. അതൊക്കെ ഒന്ന് നോക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നോക്കി പഠിക്കുക. ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പരീക്ഷയ്ക്ക് ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് പോകാൻ പാടുള്ളൂ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ എന്ത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കണം. ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല പറഞ്ഞത്. ഇത് മാത്രം പഠിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റൂല. പുതിയ സിലബസ് ആണ്, പുതിയ രീതിക്കാണ് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ എല്ലാം നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്നാലും ഈ ചാപ്റ്ററിന്റെ കോർ എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക? വളരെ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.